പുണ്യ റമദാൻ മാസത്തിലെ 17-ാം രാവിലെ പ്രാർത്ഥനയിൽ അലിഞ്ഞ വിശ്വാസികൾ. പ്രവാചകൻ മുഹമ്മദ് നബിയും സംഘവും ബദർ യുദ്ധത്തിനായി മദീനയിൽ നിന്ന് പുറപ്പെട്ടത് റമസാനിലെ 17-ാം ദിവസമാണ്. ഇതിന്റെ സ്മരണയാണ് 17-ാം രാവ്. മസ്ജിദുകളിലും വീടുകളിലും അസർ നമസ്കാരാനന്തരം മൗലൂദ് പാരായണം നടത്തി 17-ാം രാവിനെ ശ്രേഷ്ഠമാക്കി. ഇസ്ലാമിക ചരിത്രത്തിലെ ആകസ്മികമായ സൈനിക ഏറ്റുമുട്ടലായിരുന്നില്ല ബദർ. മക്കയുടെ മണ്ണിൽ 13 വർഷക്കാലം മുസ്ലിങ്ങൾ അനുഭവിച്ച സമാനതകളില്ലാത്ത ക്രൂരതകളുടെയും പീഡനങ്ങളുടെയും അതിനുശേഷമുണ്ടായ അനിവാര്യമായ ഹിജറ പലായനത്തിന്റെയും ബാക്കിപത്രമായിരുന്നു അത്. ചരിത്രത്തെ പിൽക്കാലത്ത് വിശകലനം ചെയ്യുന്നവർ ഇതിനെ ഒരു യുദ്ധമെന്ന് ലളിതമായി വിളിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അതൊരു അനിവാര്യ പ്രതിരോധമായിരുന്നു. ബദർ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സമാധാനത്തിൻ്റെതാണ്. മക്കയിൽ നിന്ന് നാടും വീടും വിട്ടു പോകേണ്ടി വന്ന, സത്യവിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം നാടൊഴിവേക്കേണ്ടി വന്ന ഒരു വിഭാഗം ആളുകൾ മദീനയിൽ ചെന്നിട്ടും അവരെ ആക്രമിക്കാൻ വേണ്ടി 1000 സർവായുധ വിഭൂഷിതരായ ആളുകൾ വരികയാണ്. പരമാവധി യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുകയും അതിനുവേണ്ടിയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിനെ ലോകത്തിന് പഠിപ്പിച്ചത്. നിരവധി പുണ്യവിശേഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ റമദാനിലെ 17-ാം രാവ് ലോകത്തിലെ ഓരോ ഇസ്ലാമത വിശ്വാസികൾക്കും ആനന്ദവും അഭിമാനവും പകരുന്നതാണ്. 3 ദിവസത്തിനു ശേഷം അവസാന 10ലേക്ക് പ്രവേശിക്കുന്ന വിശുദ്ധ മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. റമദാൻ 17-ന്റെ രാവിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തത്. ഈ നടക്കാനിരിക്കുന്ന ഈ സമരത്തിൽ ഇസ്ലാം പരാജയപ്പെട്ടാൽ, ഇസ്ലാം തോൽക്കുകയാണ് എങ്കിൽ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ജനങ്ങളുണ്ടാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും ആ ദുആഇൻ്റെ ഫലമായി പിറ്റേന്ന് വളരെ സാധുക്കളായ ആയുധങ്ങളില്ലാത്ത സ്വഹാബികൾക്ക് അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുകയും ആ ബദറിൽ അവർ വിജയക്കൊടി ഉയർത്തുകയുമുണ്ടായി. ആധുനിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഒരിക്കലും വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ വർത്തമാനമല്ല എന്നതാണ്. വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മനോഹരമായ മുഹൂർത്തങ്ങളാണ് ബദർ സമ്മാനിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.